Season 5. Deepak, I loved it. What a start to the comedy theme round. First of all, നിങ്ങളുടെ തീം ചോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. കിലുക്കം എന്ന സിനിമ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില സീൻസ് ഉണ്ട്. ആ സീൻ എല്ലാം തന്നെ നിങ്ങൾ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആൻഡ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാം. ലാലേട്ടനായി എത്തിയത് ജയപ്രകാശ് നെടുമങ്ങാട്, സ്റ്റാൻലി കോട്ടയം, ദിലീപ് കോട്ടയം, സാബു, ബ്രിജിറ്റ് ബേബി, വെരി നൈസ്, റോജിൻ തോമസ്, റോജർ, സുജിത്ത് കോഴിക്കോടാണ്. കോഴിക്കോട്. താങ്ക് യു സുജിത്ത്. എനിക്ക് വളരെ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുത്താൽ ഒരു തനി മണ്ടൂസ് ലുക്ക്. അല്ല, അഭിനയം വാസ് ഗുഡ്. ഐ മീൻ ഡെനീഷ് കോട്ടയം. ഓക്കെ, ലവ്ലി. ആൻഡ് സമദ് ഖാൻ, ശിവമുരളി. അയ്യോ, ഭയങ്കര കോൺട്രാസ്റ്റ് ആയിപ്പോയി പേര്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇവർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു കൈഡി. ഒരു ട്രൂ ബ്ലൂ എന്റർടൈൻമെന്റ് ആയിരുന്നു ഈ തീം. ആൻഡ് ദീപക്, യു പ്ലേഡ് എ വെരി ബിഗ് റോൾ ഓൾസോ. എക്സ്പ്രഷൻസ് പാട്ടിനിടയിൽ ലാലേട്ടൻ ആ കറങ്ങിയപ്പോ ഇടിക്കാനൊക്കെ വന്നു. അതൊക്കെ നന്നായി മാനേജ് ചെയ്തു. മൃദുല, ഐ തോട്ട് ഈവൻ യു ആർ റിയലി ക്യൂട്ട് ആസ് ദ വോയിസ്. വെരി നൈസ്. ഇനി ഞാൻ ഭയങ്കര കോംപ്ലിമെന്റ്സ് ഒക്കെ നൽകും, പക്ഷെ നല്ല മാർക്സ് കിട്ടി പറയാൻ പറ്റില്ല. നമ്മുടെ ജഡ്ജസ് തന്നെ പറയാം. ഈ പാട്ട് ഓഫ് കോഴ്സ് പാടിയത് ശ്രീയേട്ടനും SPB സാറും കൂടെയാണല്ലേ. അപ്പോ ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എക്സലന്റ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. കാരണം ഇത്രയും നേരം അത് കണ്ടുകൊണ്ടിരുന്ന ഒരു 6 മിനിറ്റ് എവിടെയോ പുറകോട്ട് ഞാൻ പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഊട്ടിയിലുണ്ടായിരുന്നു. ലാലും ഞങ്ങളും ജഗദീഷും ഒക്കെ ഉണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യുമ്പോഴും SP സാറായിട്ട് പാടുമ്പോൾ ഞാനും ചിത്രയും ഉണ്ട് ഇതിനകത്ത്. ചിത്രയാണ് മൃദുല പാടിയ പോർഷനിൽ പാടിയിരിക്കുന്നത്. അസലായിരുന്നു. മൃദുല നന്നായിട്ട് പാടി. ദീപക് നന്നായിരുന്നു കേട്ടോ. എനിക്ക് എത്ര പറയാനുള്ളൂ. അതുപോലെ മോഹൻലാലായിട്ട് വന്നതും ജഗദീഷ് ശ്രീകുമാറായിട്ട് വന്നതും സൂപ്പർ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ ഭയങ്കര ലൈഫായിരുന്നു. അതുപോലെ തന്നെ മിസ്റ്റർ രതീഷും ശിവമുരളിയും നിങ്ങളുടെ പോർഷനും നന്നായിരുന്നു. എല്ലാവരും വളരെ നന്നായിരുന്നു. എടുത്തു പറയേണ്ട ഈ വ്യക്തികളാണ്. പിന്നെ കുറച്ച് സ്ഥലം എന്താണ് കസക്കി കുത്തിവെക്കാന്നുള്ളൊരു അഡീഷണൽ സംഗതി കിട്ടായിരുന്നു. ഇത് രണ്ടുപേര് പാടുന്ന പാട്ടാണ്. അത് തന്നെ കഷ്ടമായിട്ട് പാടാൻ പ്രയാസമായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ കസക്കി കുത്തിവെക്കാന്നുള്ള ഡബിൾ സംഗതി കൂടെ അപ്പം അവിടെ പോയി. അതിന് ശേഷം വന്ന താളം പലവട്ടം കുറച്ച് അല്ല. പക്ഷെ ഐ അപ്രീഷിയേറ്റ് ദ എഫർട്ട് യു ഹാവ് ടേക്കൺ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വട്ടായി പാടിയ ചേച്ചി, വട്ടായി പാടിയ ചേച്ചി ക്യൂട്ടായിരുന്നു കേട്ടോ. അത് എനിക്കും ഇത് തന്നെ പറയാനുള്ള. വളരെ രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു 100 തവണ കണ്ടാലും നമുക്ക് മതിവരാത്തൊരു സിനിമയായിരുന്നു കിലുക്കം. അപ്പൊ അതിലത്തെ സീൻസ് ഒക്കെ നിങ്ങൾ അങ്ങനെ തന്നെ, എസ്പെഷ്യലി എനിക്ക് ജഗദീഷ് ശ്രീകുമാറായിട്ട് സാറായിട്ട് വന്ന ആളിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എസ്പെഷ്യലി ആ ലാസ്റ്റ് പോർഷനൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ലിപ്പും ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ മോഹൻലാൽ സാറായിട്ട് വന്ന എല്ലാവരും ഓരോരോ റോളും നന്നായിട്ട് ചെയ്തു. വളരെയധികം എൻജോയ് ചെയ്തു നിങ്ങളുടെ പെർഫോമൻസ്. ദീപകിന്റെ പറയുകയാണെങ്കിൽ മോൻ എന്തൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് കാണിച്ചത്. ആ നാണം ഒക്കെ അങ്ങ് മറന്നിട്ട് മുമ്പിൽ ആദ്യം വന്ന് എന്തൊക്കെയോ അതൊക്കെ ചെയ്തു. വളരെ ഇഷ്ടപ്പെട്ടു മോനെ, നന്നായിരുന്നു. ഇങ്ങനൊരു ഈ ഒരു സോങ് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ദീപക് ചെയ്യുന്ന സത്യം മുന്നേ എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ മോനെ. അതിനേക്കാളൊക്കെ വളരെ മൃദുല മോള് നന്നായി പാടി. അരുൺ എന്ത് ഡയലോഗാണ് എന്തോ പറഞ്ഞ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് ഒരു ചെറിയ അതുണ്ടായിരുന്നു. ശരി ഡയലോഗ്സ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ദീപക് പാടിയതിനകത്ത് എനിക്ക് അന്തകുതിരയ്ക്ക് എതിരെ അത് എന്റെ കുതിരയ്ക്ക് അന്താന്നിട്ട് പറഞ്ഞു തോന്നുന്നു അല്ലേ? പിന്നെ പോട്ടിക്കെട്ടുപോണ്ട അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പല സിനിമാവൈ അവിടെ. പിന്നെ സിറന്ത യോസന അവിടെ കുറച്ച് സിറന്തയ്ക്ക് പിറന്ത യോസന എന്ന് പറഞ്ഞു. സിറന്ത യോസനയാണ്. പിന്നെ കസക്കി കുത്തിവെക്കാം അവിടുത്തെ സംഗതി പോയി. പലവട്ടം ഭരിക്കേണ്ടേ നമുക്ക് അവിടെ താളം എത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ അസലായിരുന്നു. ദീപക് നന്നായിരുന്നു. ദീപക്, എനിക്ക് ഇതുപോലെ ഇത് കണ്ടിട്ട് സത്യത്തിൽ ആ സിനിമ കണ്ടതുപോലെ തോന്നി. വളരെ അതിമനോഹരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലാലണ്ണാച്ചിയും ജഗതി അണ്ണാച്ചിയും കലക്കി. മൊത്തത്തിൽ എല്ലാവരും നന്നായിരുന്നു. ഇത് ഒരു പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. നിങ്ങളുടെ ഇങ്ങനെ ഓരോ ആക്ഷൻ കാണുമ്പോൾ ഞാനിങ്ങനെ ചേച്ചിയെ നോക്കി സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. വളരെ നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നന്നായിരുന്നു, ദീപക് ഒഴിച്ച്. ദീപക്കെ ഓല പോലെ നീണ്ടതുകൊണ്ട് കാര്യമായില്ല, നന്നായിട്ട് പാടിയും കൂടെ വേണം കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാടോ, ഒന്ന് ചിരിക്കി, ഫ്രണ്ട്ലി ആയതാ. മോനെ ലിറിക്സ് ഒക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ ഇന്ദപട്ടണം, അതിനകത്തുള്ള ക്ലാരിറ്റി, നോട്ട്സ് ക്ലാരിറ്റി കുറച്ചും കൂടെ വേണം. ആ പല്ലവിയുടെ എൻഡ് കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന ആലാപ്പ്, അത് കുറച്ച് കുളമായിട്ടുണ്ട്. പിന്നെ ആമാ വിടലാമാക ശ്രുതി, പിന്നെ യോസനത ചിന്തനത, അതാണ് ലിറിക്കൊക്കെ കുറച്ച് നോക്കിയോ കേട്ടോ. വേറെ എന്നിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ പലവട്ടം താളം, ഇതൊക്കെയാണുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ദീപകിന്റെ നാണവും മാനമൊക്കെ പോയി. കൊള്ളാം കേട്ടോ, അതൊക്കെ നന്നായി. ആദ്യം കൊടക്കൊരു ഇടി കിട്ടിയായിരുന്നല്ലേ? ചെറുതായിട്ട് ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ഓക്കെ. അതുപോലെ മൃദുല മോളെ നന്നായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ അടുത്തിരുന്ന പൂച്ചയുടെയും എഫക്ട്സും നന്നായിരുന്നു. ടോട്ടലി നന്നായിരുന്നു. അപ്പോ ഇവർക്ക് ഒന്നും കൂടെ എന്റെ സ്നേഹം കുറച്ചും കൂടെ പൂക്കളുടെ രൂപത്തിൽ തരികയാണ്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഫൈനലി കൽപ്പന ചേച്ചി. ദീപക് അല്ലേ ഇവിടെ കൊടിമരം എന്ന് പറഞ്ഞത്? എഞ്ചിനി ഒരാളെ ഇങ്ങനെ മലർന്നു നോക്കുന്ന ആദ്യമായിട്ട് കാണുക. ഇനി കാരണം ഇപ്പോ ജഡ്ജസ് ഒക്കെ സോങ്ങിനെ കുറിച്ച് പറയുന്ന ഞാൻ വിചാരിച്ചത്. അവരും അഭിനയത്തിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. അത്രയ്ക്ക് ഒരു കിലുക്കം പോലൊരു സിനിമയിലെ പ്രധാനപ്പെട്ട സീനുകൾ കോർത്തിണക്കി ഈ പാട്ടിൽ മിക്സ് ചെയ്തതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു സിനിമ കണ്ട പ്രതീതി തന്നെയായിരുന്നു അത് കണ്ടത്. അഭിനയിച്ചവരെല്ലാം മനോഹരമായി പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ലാലേട്ടനായിട്ട് വന്ന ജയൻ ഓൾറെഡി ലാലേട്ടന്റെ ഒരുപാട് സാദൃശ്യമുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ അതുപോലെ സ്റ്റാൻലി, ആ ജഗതിച്ചേട്ടന്റെ മുട്ടുകളഞ്ഞൊക്കെയുള്ള ഒരു പോക്കൊക്കെ ഉണ്ടല്ലോ, അത് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരുപാട് പെർഫോമൻസ് കണ്ടുകൊണ്ട് നമുക്കറിയാം. ഈ ഇങ്ങനൊരു പെർഫോമൻസ് വരുമ്പോൾ നിങ്ങൾ സിംഗേഴ്സ് വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ദീപക്കും ഇവർക്കൊപ്പം പെർഫോം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ മാറി നിന്നേനി. കാരണം ഇവർക്കൊപ്പം ആക്ടിങ്, നിങ്ങളുടെ രംഗം പാട്ടാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ഇതിലൊരു മെമ്പറായിട്ട് ഞങ്ങൾക്ക് ദീപക്കിനെയും തോന്നിയത്. പിന്നെ ടോട്ടൽ ശിവമുരളി, എല്ലാ ആർട്ടിസ്റ്റും, ഡെനീസ്, ഇരിക്കുന്ന എല്ലാ കലാകാരും അസലായിരുന്നു. നന്നായി മോനെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഓവറോൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പ്രേക്ഷകർ, ഇറ്റ് വാസ് ആൻ അബ്സല്യൂട്ട് ട്രീറ്റ് ഫോർ ദം. ഇനി നമ്മുടെ മാർക്സ്, ദീപുവിന്റെ 6th സ്റ്റേജിലെ ആദ്യത്തെ സെറ്റ് ഓഫ് മാർക്സ്. നമ്മുടെ വൺ ഓഫ് വെരി കൺസിസ്റ്റന്റ് പെർഫോമേഴ്സ് ആണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കണ്ടു. ഇനി മാർക്സ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ശരത് സർ, ഔട്ട് ഓഫ് 30. 20 മാർക്സ്. 20 ഔട്ട് ഓഫ് 30. ഇപ്രാവശ്യം അവർ പിശുക്കന്മാരാണ്. ചിത്ര ചേച്ചി, ഔട്ട് ഓഫ് 30. 20. ശ്രീയേട്ട 20. ആൻഡ് കൽപ്പന ചേച്ചി, ഔട്ട് ഓഫ് 10. 10ൽ 9. 9 on 10. ടോട്ടൽ മാർക്ക് 69. 69 തൽക്കാലം. അത് നല്ല മാർക്സ് ആണോ ചീത്ത മാർക്സ് ആണോ എന്ന് ഒരു എപ്പിസോഡിൽ എനിക്ക് പറയാൻ പറ്റില്ല ദീപു. പക്ഷെ ഞങ്ങൾക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, അവർക്ക് പാട്ടുമെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല മാർക്സ് ആണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ജഡ്ജസ് പിശുക്കരാണ്. എല്ലാവരും ദീപകിന്റെ പാട്ട് കേട്ടല്ലോ അല്ലേ? എല്ലാവരും ദീപകിന് SMS ചെയ്യണം കേട്ടോ. ദീപക് SMS ചെയ്യട്ടെ, ഫോർവേഡ് എന്ന് പറഞ്ഞു കൊടുത്തേ. ദീപക് DEEPAK. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ മത്സരമൊക്കെ അവസാനിച്ചു. നിങ്ങൾ പുതിയ റൗണ്ട്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെയാണ് മത്സരം. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ സ്വരലയം. അത് വീണ്ടും തുടരുകയാണ് ഈ 6ാമത്തെ സ്റ്റേജിൽ. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മനോഹരമായ അദ്ദേഹം രചിച്ച ഗാനങ്ങളാണ് ഇത്തവണയും നമ്മുടെ ജഡ്ജസ് പാടുന്നത്. പക്ഷേ ആഫ്റ്റർ ദിസ് ബ്രേക്ക്. ഓക്കെ, നാമം ചൊല്ലി ചൊല്ലി പൊന്നോട കുഴലിൽ കൊഞ്ചി കണി കാണും ഞാൻ എന്റെ കാളിന്തി കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ ഞങ്ങളുടെ പടിഞ്ഞാറ് നടയിൽ പാലാറ് കലറയിൽ ഏഴര വണ്ടി അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ നാം നനഞ്ഞു. 4ാം സമ്മാനം ആയുർ കെയർ ലവണ തൈലം നൽകുന്ന 5 ലക്ഷം രൂപ. 5ാം സമ്മാനം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നൽകുന്ന 2 ലക്ഷം രൂപ.